Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. എത്രയോ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കാണുകയാണ്. നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഇന്ന് ഏകാദശി ദിവസമാണ്, എല്ലാവർക്കും അറിയാം. എല്ലാവരും ഏകാദശി വ്രതം എടുക്കുക. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം ബ്രഹ്മദേവന്റെ സ്തുതികളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഭഗവാൻ ബ്രഹ്മദേവനോട് പറയുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ാമത്തെ ശ്ലോകം ഇവിടം വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതഃ സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സഗ്രജാതം സഹൃനരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹൃനലളിതാ ശ്രീവിശാഖാന്വിതം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപ്രകാശസ്വാമിനിതി നാമിനേ. ആചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരഗജാദാവതായ നഗരഗ്രാമകാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാസവാനവീ ദേവി ദൈതായ കൃപാപ്രിയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാണിക വിരദാപസിദ്ധാന്തതുംഗഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാം ഭൂതേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനിധവരായിതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരകൃസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത ജയതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതിമത്സർവസ്വപാദാംബുജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്തു ശ്രീമദ് രാധാ ശ്രീനഗോവിന്ദദേവോ പൃഷ്ഠാനഭിസേവ്യമാനസ്വരം ശ്രീമന്ദാസരസാരംഭി വംശീ ഭരത്തരസ്ഥിത ദർശൻ വേണുസ്വനേർഗോപിനാഥശ്രീസ്തം. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्ति
Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Mugam karoti vachalam bangam nangai Yatkripātamaham Vande Sri Gurun Dinataram Paramananda Madhavam Sri Chaitanya Vishwam Hari Om Tatsat. Hare Krishna. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വൃന്ദാവൻ യാത്രയായിരുന്നു. അതിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ വരികയായിരുന്നു. അതുകൊണ്ടാണ് ഭക്തരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. ക്ഷമിക്കണം. ഇനി നമുക്ക് ചർച്ച ആരംഭിക്കാം. ശ്രീമദ് ഭാഗവത്തിലെ 27-28 ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത്. ആ ഭാഗം നമുക്കൊന്നും എടുക്കാം. പിന്നെ ഇന്ന് ഏകാദശിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അഥാ അഭിപ്രേതം അന്വീക്ഷ്യ, ഭഗവാൻ കണ്ടു ബ്രഹ്മദേവൻ്റെ ആ ഒരു ഉദ്ദേശം എന്താണ്. ബ്രഹ്മണോ മധുസൂദനൻ ഭഗവാൻ കണ്ടു ബ്രഹ്മദേവന്റെ ഉള്ളിൽ എന്താ പറയുക. വിഷണ്ണ ചേതസാം വളരെയധികം ടെൻഷനിലാണ് ആള് അല്ലേ. കൽപ്പവ്യതികരാംബസ അന്നേരം പ്രളയജലത്തിലാണ്ടിരിക്കുകയാണ് സൃഷ്ടി മുഴുവൻ. ലോകസമസ്ഥാന വിജ്ഞാന, എല്ലാ 14 ലോകങ്ങളും അതിനെക്കുറിച്ച് സൃഷ്ടി ചെയ്യാനുള്ള, അതിനെക്കുറിച്ച് അറിയാൻ, വീണ്ടും എങ്ങനെ സൃഷ്ടി തുടങ്ങണമെന്ന് ബ്രഹ്മദേവൻ ആഗ്രഹിക്കുന്നു. തം മഹാഗാധയ വാച, അന്നേരം അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മദേവനെ കണ്ടിട്ട് ഭഗവാൻ വളരെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന രീതിയിൽ, ഒരുപാട് അർത്ഥങ്ങളുള്ള രീതിയിൽ ഭഗവാൻ സംസാരിക്കാൻ തുടങ്ങി. കഷ്മലം ശമയൻ ഇവ, അന്നേരം ബ്രഹ്മദേവന് മനസ്സിലാവുന്നില്ല ഇതെല്ലാം സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് തുടർച്ചയായിട്ട് നടക്കുന്നതാണ്, അത് എന്തായാലും നടക്കേണ്ട കാര്യങ്ങളാണ്. അന്നേരം അതിനെക്കുറിച്ച് സൃഷ്ടിയെല്ലാം വെള്ളത്തിലായി പോയല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊരു ഉദാഹരണം നൽകിയിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന എല്ലാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും അല്ലേ. അതേ അവസ്ഥയിലാണ് ബ്രഹ്മദേവൻ ഇരിക്കുന്നത്. ആ മാനസികാവസ്ഥ മനസ്സിലാക്കി ഭഗവാൻ ഒരുപാട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഭഗവാൻ സംസാരിച്ചു. എന്താ പറഞ്ഞത്? ശ്രീ ഭഗവാൻ വാച മാ വേദഗർഭ, അന്നേരം പറഞ്ഞ് നീ വിഷമിക്കരുത് എന്നാണ് മാ എന്ന് ഉദ്ദേശിക്കുന്നത്. വേദഗർഭ, നിനക്ക് വേദങ്ങളുടെ എല്ലാ അറിവ് അറിയാവുന്ന വ്യക്തിയല്ലേ. ഗാസ് തന്ത്രീം, അന്നേരം നീ വിഷമിക്കരുത്. മാ ഗാസ് തന്ത്രീം മാ അന്നേരം ഇവിടെ ഉദ്ദേശം മാ എന്ന് പറഞ്ഞാൽ വേണ്ട. എന്താ? വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? നിനക്ക് വേദഗർഭ, നിനക്ക് വേദങ്ങളെല്ലാം അറിയാവുന്നതല്ലേ, വേദങ്ങളുടെ അന്തിമ അർത്ഥമൊക്കെ മനസ്സിലാക്കിയതല്ലേ. സർഗ ഉദ്യമം ആവഹ, സൃഷ്ടി തുടങ്ങൂ. താൻ മായാവാദിതം മയാവാദിതം, എൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് എന്ത് ലഭിക്കും? ഹി അഗ്രേ, നേരത്തെ ചെയ്ത പോലെ തന്നെ. യത് മാം പ്രാർത്ഥയതേ ഭവാൻ, നീ എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നിനക്ക്, അതിൻ്റെ ശക്തിയും കഴിവും നിനക്ക് നിന്റെ ഉള്ളിൽ തന്നെ ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് പറയാം. ഭൂയസ്ത്വം തപാതിഷ്ഠ വിദ്യാം ചൈവ മദാശ്രയം, ഭൂയാത്വം തപ, അങ്ങ് എന്താ ചെയ്യേണ്ടത്? തപസ്യ, വീണ്ടും തപസ് ചെയ്യൂ. ആദ്യം ആ താമരയുടെ ഉദ്ഭവം അറിയാൻ വേണ്ടി തപസ് ചെയ്തു, ഇനി വീണ്ടും തപസ് ചെയ്യാൻ പറയാണ്. ഭൂയസ്, വീണ്ടും. ഭൂയസ് എന്ന് പറഞ്ഞാൽ വീണ്ടും. ത്വം, അങ്ങ് എന്ത് ചെയ്യുക? തപ ആതിഷ്ഠ, വീണ്ടും തപസ്യയിൽ ഏർപ്പെടൂ. വിദ്യാം ച ഏവ മദാശ്രയം, എന്നിട്ട് എന്നെക്കുറിച്ചുള്ള അറിവിൽ എന്നെ മത് ആശ്രയം, എന്നെ ആശ്രയിക്കൂ പൂർണ്ണമായിട്ടും. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഈശ്വരവിശ്വാസിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും സർവ്വതവും ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനെ ആശ്രയിച്ചിട്ടിരിക്കുകയാണ്.
എന്നിട്ട് ഇവിടെ ഭഗവാൻ വീണ്ടും ആശ്രയിക്കൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്നിൽ ആശ്രയിച്ചിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അന്നേരം പൊതുവെ എല്ലാവിധ പൂജാതി കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എന്തിനു വേണ്ടിയാണെന്ന് രൂപഗോസ്വാമി പാദ് പറയുന്നു. സ്മാർത്തവ്യ സതതം വിഷ്ണു വിസ്മാർത്തവ്യം ന ജാതുചു. എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും ഭഗവാനെ വിസ്മരിക്കാതിരിക്കുക. കുറഞ്ഞ പക്ഷം 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പെങ്കിലും ഭഗവാനെ സ്മരിക്കുക. അല്ലെ, മറ്റു മതങ്ങളിലും ആ ഒരു സിസ്റ്റമുണ്ട്. താങ്ക് യു ഗോഡ് ഫോർ ദ ഫുഡ് വി ഈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി അങ്ങയോട് നന്ദി പറയുന്നു എന്ന്. ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ലല്ലോ, നമ്മൾ ശ്വസിക്കുന്ന വായു, ആരോഗ്യമുള്ളൊരു ശരീരം. ഇപ്പോൾ ഇസ്ലാമിക മതത്തിൽ നിസ്കാരം 5 നേരം നിസ്കാരം ചെയ്യാറുണ്ട്. നമ്മുടെ വൈദിക സംസ്കാരം അനുസരിച്ച് ബ്രാഹ്മണ ദീക്ഷയ്ക്കെടുത്ത ഭക്തജനങ്ങൾ, വ്യക്തികൾ, അവർ 3 നേരം ഗായത്രി മന്ത്രം ജപിക്കാറുണ്ട്. അന്നേരം ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. അല്ലെങ്കിൽ പിന്നെ 3 നേരമെങ്കിലും സ്മരിക്കണമെന്നാണ്. 3 നേരം 3 സന്ധ്യകൾ, എത്ര സന്ധ്യകളിൽ സ്മരിക്കുക എന്നതാണ്. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 2 സന്ധ്യകളിലെങ്കിൽ രാവിലെ ഉണർന്നെഴുന്നേറ്റ് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ഭഗവാനെ സ്മരിക്കുക. എന്നിട്ട് നമ്മുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സന്ധ്യാവേളയിൽ ഭഗവാനെ ധ്യാനിക്കുക. സന്ധ്യാവേളയിൽ പറ്റിയില്ലെങ്കിലും കിടക്കുന്നതിന് മുമ്പെങ്കിലും ധ്യാനിക്കുക. ഉച്ചയ്ക്കും ധ്യാനിക്കണം. ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്കും ധ്യാനിക്കണം. എന്തിനു വേണ്ടി? ഭഗവാനിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. സോഴ്സ്, നമ്മുടെ എല്ലാം ഉദ്ഭവം ഭഗവാനിൽ നിന്നാണ്. അന്നേരം നമുക്ക് ആ ഒരു കൃതജ്ഞത വേണം ഭഗവാനോട്. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ഭഗവാനെ സ്മരിക്കണം. എപ്പോഴും സ്മരിച്ചില്ലെങ്കിലും ത്രിസന്ധ്യകളിലെങ്കിലും സ്മരിക്കണം. ത്രിസന്ധ്യകളിലും സ്മരിച്ചില്ലെങ്കിൽ 2 സന്ധ്യകളിലെങ്കിലും, രാവിലെയും വൈകുന്നേരത്തും, എന്നിട്ട് കിടക്കുന്നതിന് മുമ്പേ, രാവിലെ ഉണർന്നതിന് ശേഷം പെട്ടെന്ന് പ്രാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ സ്മരിക്കുക. അന്നേരം ഭഗവാനെ സ്മരിക്കേണ്ട ആവശ്യം എന്താണ്? നന്ദി, കൃതജ്ഞത. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഭഗവാനോട് നന്ദി പറയുക. നമുക്ക് ലഭിച്ച ആ സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർക്കുക. നമുക്കുണ്ടായ വിഷമങ്ങളെല്ലാം നമ്മുടെ തന്നെ അറിവില്ലായ്മ കൊണ്ടും നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണെന്ന് നമ്മൾ ഓർക്കുക. എന്നിട്ട് എന്താണോ ഭഗവാന്റെ കാരുണ്യത്താൽ ലഭിച്ചത് അത് നമുക്ക് ഭഗവാന്റെ കാരുണ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ഭഗവാനോട് നന്ദി പറയുക. എന്നിട്ട് അന്നത്തെ ദിവസം തീരുമ്പോഴും നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുക. ഇന്നത്തെ ദിവസം ഞാൻ എത്ര സത്പ്രവൃത്തികൾ ചെയ്തു, എത്ര മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തു, മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചു, അതെല്ലാം ഭഗവാന്റെ മുമ്പിൽ പറയുക. എന്നിട്ട് മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷമ ചോദിക്കുക. സത്കാര്യങ്ങൾ ചെയ്യാൻ അവസരം നൽകിയതിന് ഭഗവാനോട് നന്ദി പറയുക. എന്നിട്ട് 24 മണിക്കൂറും ഇങ്ങനെയാണ് സ്മരിക്കേണ്ടത്. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരത്ത്, അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേറ്റതിന് ശേഷം, പിന്നെ രാവിലത്തെ സന്ധ്യാസമയം, നട്ടുച്ചയ്ക്കും വൈകുന്നേരത്തും കിടക്കുന്നതിന് മുമ്പേ, ഇങ്ങനെ കുറഞ്ഞ പക്ഷം രാവിലെ എഴുന്നേറ്റതിന് ശേഷം കിടക്കുന്നതിന് മുമ്പേയും. അന്നേരം എന്ത് പറ്റും? 24 മണിക്കൂറിന് തുല്യമാണിത്. 24 മണിക്കൂറിനും തുല്യമാണ് ത്രിസന്ധ്യകളിലോ അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ഭഗവാനെ സ്മരിക്കുന്നത്. അത് ചുമ്മാ ഒരു സ്മരണയല്ല. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നു, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് എഴുതേക്കുന്നു. ഓക്കെ, അത് നല്ല കാര്യം തന്നെ, അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് കുറച്ചും കൂടെ ഒരു ഭഗവാനുമായിട്ടൊരു കോൺവെർസേഷൻ വേണം, ഒരു സംസാരമൊക്കെ വേണം. എന്തിനു വേണ്ടി? നമുക്ക് ലഭിച്ചതെല്ലാം ഭഗവാനെ ഒരു വ്യക്തിയായി മനസ്സിലാക്കുക നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗവാനെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം നമ്മൾ ഭഗവാനെ ഒരു വ്യക്തിയായിട്ട് കാണത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളിൽ ഭഗവാനെ കുറിച്ചുള്ള വിശ്വാസം എങ്ങനെയാണോ അതേപോലെയാണ് ഭഗവാൻ തിരിച്ച് നമ്മളുമായിട്ട് ഇടപെടുന്നത്.
നമ്മൾ ഭഗവാനെ ഒരു നിർജീവ വസ്തുവായിട്ട് മാത്രമാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഭഗവാനിൽ നിന്നും തിരിച്ച് ഇങ്ങോട്ടൊന്നും അധികം ഇൻട്രാക്ഷൻസ് കിട്ടത്തില്ല. പക്ഷെ ഭഗവാനെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് തന്നെ ഭഗവാന്റെ സേവനങ്ങൾ നമ്മൾ ചെയ്യുകയും, സേവനം ചെയ്യാൻ പറ്റിയില്ല എങ്കിലും കുറഞ്ഞ പക്ഷം ഭഗവത് സ്മരണയോടുകൂടി ഭഗവാൻ നൽകിയ ആ ഉപകാരങ്ങൾക്ക് അതിന് ഒരു കൃതജ്ഞത വേണം. അന്നേരം അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. അന്നേരം ലഭിച്ചതിന് നന്ദി പറയുക. ഇനി ഉള്ളിൽ അത്യാഗ്രഹങ്ങൾ അധികം സൂക്ഷിക്കാതിരിക്കുക. അത്യാഗ്രഹം വേണ്ട. കാരണം എന്തൊക്കെ നേടിയാലും നമുക്കതെല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ്. അന്നേരം ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ഒന്നേ ഉള്ളൂ, സേവനം ചെയ്യാനുള്ള അവസരം. നാമം ജപിക്കാൻ പറ്റണം ഭഗവാനെ എന്നും. എല്ലാ ദിവസവും അങ്ങയെക്കുറിച്ച് കേൾക്കാൻ പറ്റണം, അങ്ങയെക്കുറിച്ച് പഠിക്കാൻ പറ്റണം, അങ്ങയെക്കുറിച്ചുള്ള അറിവുകൾ കൂടുതൽ ലഭിക്കണം. അങ്ങനെ അങ്ങയെ കൂടുതൽ സ്നേഹിക്കാൻ എനിക്ക് പറ്റണം. ഇപ്പോൾ മറ്റെല്ലാവരോടും എല്ലാ വസ്തുവകകളോടുമാണ് എനിക്ക് സ്നേഹം. പക്ഷേ എനിക്ക് അങ്ങയെ കൂടുതൽ സ്നേഹിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് അതിനുള്ള അവസരം, അതിനുള്ള ആഗ്രഹം ശക്തമാക്കണം എൻ്റെ ഹൃദയത്തിൽ. എങ്കിൽ മാത്രമേ എൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റൂ. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പരിശ്രമമൊക്കെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇവിടെയും ഭൂയസ്ത്വം തപ ആതിഷ്ഠ, തപസ്യയിൽ ഏർപ്പെടൂ എന്നാണ് ആര് പറയുന്നത്? ഭഗവാൻ പറയുന്നത് ബ്രഹ്മദേവനാണ്. വിദ്യാം ചൈവ മദാശ്രയം, എൻ്റെ സംരക്ഷണത്തിൽ എന്നെ പൂർണ്ണമായിട്ട് നീ ആശ്രയിക്കുമെന്നാണ്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരീശ്വരവാദികളും ഈശ്വര വിശ്വാസികളും എല്ലാവരും ഈശ്വരനെ ആശ്രയിച്ചിട്ടാണ്. എങ്ങനെ? അവരുടെ ഈ ശരീരം തന്നെ, അവർക്ക് ലഭിച്ച ശരീരം അവരുണ്ടാക്കിയതാണോ? അല്ല, അവരുടെ അച്ഛനും അമ്മയിൽ നിന്ന് ലഭിച്ചാണ്. ഈ അച്ഛനും അമ്മയും പ്ലാൻ ചെയ്തിട്ടാണോ ഒരു കുട്ടിയെ ഉണ്ടാക്കുന്നത്? അല്ല. അവര് ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. ഒരു മോഡേൺ സയൻസിനും ലാബിൽ ഒരു കുട്ടിയെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അച്ഛൻ്റെ ബീജം ഇല്ലാതെ ഒരു ബീജത്തെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ടെസ്റ്റ് ട്യൂബ് കുട്ടികളെന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ആ ഒറിജിനൽ ബീജം വരുന്നത് എങ്ങനെയാണ്? പ്രകൃതിയിൽ നിന്നാണ്. അന്നേരം പ്രകൃതി എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് മെഷീനെ പോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പ്രകൃതിയുടെ പുറകിൽ ഒരു വ്യക്തിയുണ്ട്. അതാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കേണ്ടത്. വ്യക്തിയില്ലാതെ സൃഷ്ടിയില്ല. ഈ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ടെക്നോളജി, അതിൻ്റെ പുറകിൽ എന്തായാലും ഒരു ഡിസൈനർ അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചർ ചെയ്ത ഒരു വ്യക്തി തീർച്ചയായിട്ടും കാണും, അല്ലേ? അതേപോലെ ഭഗവാൻ ഈ പ്രകൃതിയെ സൃഷ്ടിച്ചു. അതായത് ഒരു ഫാക്ടറിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഫാക്ടറിയിലുള്ള പ്രൊഡക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ മെഷീനുകൾ കാണും. അസംബ്ലി മാനുഫാക്ചറിങ് എന്ന് പറയുന്ന പോലെ ഒന്നിൻ്റെ പുറകെ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് പണ്ടത്തെ പോലെ മാനുവൽ വർക്ക് എല്ലാവർക്കും ചെയ്യേണ്ടി വരത്തില്ല. മെഷീനായിരിക്കും കൂടുതൽ ഒരേ സമയത്ത് ബൾക്കായിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നാലും ആ മെഷീനെ ഉണ്ടാക്കിയതൊരു വ്യക്തിയല്ലേ. അത് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനും ഒരു വ്യക്തി വേണം. മെഷീൻ തനിയൊന്നും ചെയ്യത്തില്ല. എത്ര വലിയ പ്രോഗ്രാമിംഗ് ആണെങ്കിലും നമ്മൾ എത്ര വലിയ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താലും ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ ഒരു വ്യക്തി വേണമല്ലോ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ടെക്നോളജി അഡ്വാൻസ്ഡ് ആവുന്നു, പക്ഷേ അതേപോലെ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയാണ്. നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ ടെക്നോളജിയുടെയും ലക്ഷ്യം എന്താണ്? മനുഷ്യർ കഷ്ടപ്പെടാതെ ഇരിക്കണം, മനുഷ്യരെ കൂടുതൽ അധ്വാനിക്കേണ്ടി വരരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ടെക്നോളജി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ മനുഷ്യർ എൻഗേജ്ഡ് ആയിരിക്കണം എന്നൊരു ചിന്ത ആർക്കുമില്ല. ഇപ്പം കുട്ടികൾക്ക് എപ്പോഴും ഒരു എൻഗേജ്മെന്റ് വേണം. അവർക്ക് എൻഗേജ്മെന്റ് ഇല്ലെങ്കിൽ എന്താവും? അവർ തെറ്റായിട്ടുള്ള എൻഗേജ്മെന്റ് കണ്ടുപിടിക്കും. അതേപോലെയാണ് മനുഷ്യർ. അന്നേരം പൂർവ്വ വൈദിക സംസ്കാരം അനുസരിച്ച് കുതിരകളെ ഉപയോഗിക്കുന്നതും അവർക്കെന്തോ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടാണ്. അന്നത്തെ കാലത്ത് മയാദാനവൻ്റെ ഈ ടെക്നോളജിയൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ചുകൂടെ? എന്തിന് കുതിരകളെ ഉപയോഗിക്കുന്നു?
കൃഷി ചെയ്യാൻ എന്തിന് കാളയെ ഉപയോഗിക്കുന്നു? ഒരു മെഷീൻ ഉണ്ടാക്കിയാൽ പോരെ സിദ്ധികൾ ഉപയോഗിച്ചിട്ട്? എല്ലാവർക്കും ഒരു ജോലി വേണ്ടേ? നമ്മൾ മെഷീൻ ഉണ്ടാക്കുമ്പോൾ മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി ഫാക്ടറികൾ വേണം. അവിടെ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതിന് പകരം ഡയറക്റ്റ്ലി ഇതിനു വേണ്ടി വർക്ക് ചെയ്താൽ പോരെ? ഇപ്പോൾ കൃഷി സ്ഥലത്ത് ട്രാക്ടർ ഉപയോഗിക്കുന്നു. അന്നേരം എന്ത് പറ്റി? കുറെ പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ ട്രാക്ടർ ഉണ്ടാക്കാൻ വേണ്ടി കുറെ പേരെ ആവശ്യമുണ്ട്. അന്നേരം ട്രാക്ടർ ഉണ്ടാക്കുന്ന ആൾക്കാരെ കൃഷി സ്ഥലത്ത് ഉപയോഗിച്ചാൽ പോരെ? പിന്നെ ഈ ട്രാക്ടർ വന്നതോടുകൂടി ജോലി നഷ്ടപ്പെടുന്നു. പിന്നെ കാളകൾക്കും ജോലി ഇല്ലാതെ. കാളകൾക്ക് ഒരു എൻഗേജ്മെന്റ് വേണ്ടേ? അവർക്ക് എൻഗേജ്മെന്റ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് തോന്നും അവർ വെറുതെ ഇരുന്ന് തിന്നുന്നു എന്ന് തോന്നും. അവരൊരു ഉപയോഗം ഇല്ലാത്ത വ്യക്തികളാണെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുന്നു. ഉടനെ എന്ത് ചെയ്യുന്നു? അതിനെ അറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇനി പശുക്കളെ വേണ്ട രീതിയിൽ നോക്കുന്നില്ല, പാലിന് വേണ്ടി മാത്രം അതിനെ നോക്കുന്നു. പാല് കിട്ടിയാൽ മാത്രമേ പാല് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ പശുക്കളുടെ പുറകെ നിൽക്കുന്നു, അല്ലേ? അതിനെ ഒരു ജീവിയായിട്ട്, ഒരു വ്യക്തിയായിട്ട് കാണത്തില്ല. അതുകൊണ്ട് പാല് കുറയുന്നു. പാല് കുറയുമ്പോൾ ഉടനെ അത് ഉപയോഗശൂന്യമായിട്ട് ചിന്തിക്കുന്നു. പിന്നെ അതിനെ അറക്കാൻ വേണ്ടി കൊടുക്കുന്നു, വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നു. അതിനെ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശം ഇല്ല. മനസ്സിലായില്ലേ? അന്നേരം നമ്മൾ നമ്മുടെ ജീവിത രീതിയെക്കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രകൃതിയായിട്ടൊരു കണക്ഷൻ. ഇപ്പം ഇന്നത്തെ കാലത്ത് ചൂട് ഒരുപാട് കൂടുന്നു. ഉടനെ അതിനുവേണ്ടി AC വേണം. ചൂട് കൂടാനുള്ള കാരണം എന്താ? മരങ്ങളില്ല, മരങ്ങളുടെ ഷെയ്ഡില്ല, മഴ കുറയുന്നു. മഴ എന്തുകൊണ്ട് കുറയുന്നു? യജ്ഞം ചെയ്യുന്നില്ല. ഈ യുഗത്തിനനുസരിച്ചുള്ള യജ്ഞം നമ്മൾ ചെയ്യണം. യജ്ഞം ചെയ്യുമ്പോൾ മഴ വരും. മഴ വരുമ്പോൾ പ്രകൃതി നല്ല സന്തോഷിച്ചിരിക്കും. കൃഷിസ്ഥലങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് അതിൻ്റേതായിട്ടുള്ള വിളവൊക്കെ നമുക്ക് ലഭിക്കും. അങ്ങനെ എല്ലാം ഭംഗിയായിരിക്കും. ഇപ്പം നമ്മളെന്താ നമ്മൾ തന്നെ നമ്മളെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ ടെക്നോളജി എന്ന് പറഞ്ഞ് വലിയ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് ബാക്ക്വേർഡ്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇരിക്കുന്ന തന്നെ കൊമ്പ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആൾക്കാരുടെ രോഗം കൂടുന്നു. എന്നാലോചിച്ച് നോക്കും. വലിയ വലിയ ആശുപത്രികളൊക്കെ കൂടുതലും ആൾക്കാരെ രോഗികളാക്കണം എന്നുള്ളൊരു ഉദ്ദേശവും കൂടെ അവർക്കുണ്ട്. കാരണം അവരുടെ വലിയൊരു ചെയിനാണ്, അവരുടെ ഒരു കമ്പനി, ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറാണ് മെഡിസിൻ്റെയും ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ. പക്ഷെ അവർ ചിന്തിക്കുന്നില്ല, അവരും മനുഷ്യരാണ്. കാശ് ഉണ്ടാക്കുന്ന, കാശ് കൊണ്ടുതരുന്ന, കാശ് എങ്ങനെ മനുഷ്യരിൽ നിന്നും ഊറ്റിയെടുക്കാം എന്നൊരൊറ്റ ചിന്തയിലോടുകൂടി ആശുപത്രികൾ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം? ഒരു മാതാജി പറയുന്നത്, സാങ്കേതിക വിദ്യ വേണ്ട എന്ന് വെക്കാൻ പറ്റും. ഇപ്പോൾ അങ്ങേ കാണുന്നതും കേൾക്കുന്നതും അതിൻ്റെ ഭാഗമായില്ലേ? ഞാൻ എന്താ പറയുക മാതാജി? മനസ്സിലായില്ലല്ലേ? എനിക്ക് ആദ്യം മുതൽ ഒന്നും കൂടെ കേൾക്കും. രാമായണം മുഴുവൻ കേട്ടിട്ട് രാമന്റെ അപ്പൂപ്പനല്ലേ രാവണൻ എന്ന് പറഞ്ഞ് ഞാൻ എന്താ പറയും? നല്ലപോലെ കേട്ട എല്ലാവർക്കും മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഞാനും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അന്നേരം കൂടുതൽ പേർക്കും എൻഗേജ്മെന്റ് കിട്ടും. അതുകൊണ്ടാണ് പൂർവ്വ യുഗങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ബിസി ആയിരുന്നു. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള എൻഗേജ്മെന്റ്സ് ഉണ്ട്. കാശ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും കാശ് ഉണ്ടായാലേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കും. അങ്ങനെ ആക്കി മാറ്റി. തന്നെ കാശ് വരുമ്പോൾ എന്ത് പറ്റും? ആർത്തി കൂടും. കാശ് മാത്രമായിരിക്കും ലക്ഷ്യം. ധർമ്മച്യുതികൾ ഉണ്ടാകുന്നു. ഇങ്ങനെ നമ്മൾ സമാധാനമായിട്ട് ഇരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ അതിലങ്ങ് മഗ്നരായിട്ടിരിക്കാതെ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ചു. ഇപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിന്റെ പോക്കനുസരിച്ച് ആ ഒഴുക്കിൽപ്പെട്ട് നമ്മൾ പോവുകയാണ്. സത്യമല്ലേ? എല്ലാവരും എങ്ങനെയാണോ അതേപോലെ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അങ്ങോട്ടങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ പറയുന്ന കേട്ട് നിങ്ങൾ ഞാൻ പറയുന്ന പോലെയും ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ സമാധാനമായിട്ട് ചിന്തിച്ചു നോക്കൂ. സമാധാനമായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ലോജിക്ക് വെച്ച് നോക്കൂ. അത് ക്ഷമിക്കണം, ഞാൻ വരാൻ ലേറ്റ് ആയി. പിന്നെ ആദ്യം മുതൽ കേട്ടോ. അന്നേരം ടെക്നോളജിയൊക്കെ വളരെ നല്ല കാര്യമാണ്, പക്ഷെ നമ്മുടെ ജീവിതം എങ്ങോട്ടാ പോകുന്നതെന്ന് ചിന്തിച്ചു. ഇതിന്റെ അർത്ഥം എന്തോ പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെല്ലാം കമ്പ്യൂട്ടർ നമ്മുടെ വികസനത്തിനെതിരെയാണ്. അതല്ല ഞാൻ പറയുന്നത്. ഇവിടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോളൂ, പക്ഷെ പ്രകൃതിയെ നശിപ്പിക്കണ്ട, പ്രകൃതിയെ ചൂഷണം ചെയ്യരുത്. ആ പ്രകൃതിയെ കുറച്ചും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും ഇന്നത്തെ ഗവൺമെന്റ് പല രീതിയിലും എന്തോ പറയുന്ന കൃഷി സ്ഥലങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ കൺസ്ട്രക്ഷൻ അനുവദിക്കുന്നില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മനുഷ്യരുടെ മനസ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക, അവരെ ബോധവൽക്കരിപ്പിക്കുക, ആർത്തിയും ആക്രാന്തവും തീർക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും? ആദ്യം നമ്മുടെ ഉള്ളിലുള്ള ആർത്തിയും ആക്രാന്തവും തീരണം. നമ്മൾ ആർത്തിയും ആക്രാന്തത്തോടു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. ഇപ്പം ഞാൻ പറയുന്ന ഞാൻ തന്നെ പോലും എൻ്റെ ഉള്ളിൽ ആർത്തിയും ആക്രാന്തം ഉണ്ടെങ്കിൽ പിന്നെ ഇത് പറയുന്നതിലൊന്നും അർത്ഥമില്ല, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എന്തോ പറയുന്ന ഒരു താഴ്ന്ന ചിന്താഗതിയെ മാറ്റണം. എന്നിട്ട് ഉയർന്ന് ചിന്തിക്കാൻ നമ്മൾ നമ്മളെ പ്രേരിപ്പിക്കണം, പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. അത് നമ്മുടെ ജീവിത രീതിയാക്കി, നമ്മുടെ സ്വഭാവമാക്കി മാറ്റണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ലോകത്തെ മുഴുവൻ നന്നാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. കാരണം നമുക്ക് മറ്റൊരാൾ എങ്ങനെ ചിന്തിക്കണം എന്ന് നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ 3-4 വർഷമായിട്ട് സത്സംഗത്തിൽ നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ട്. ഒരുപാട് മാറ്റം എന്തുകൊണ്ട് സംഭവിച്ചു? അത് ഭഗവാന്റെ കാരണത്താൽ ഞാൻ പറഞ്ഞു നൽകി. പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണമെന്നുള്ള തീരുമാനം നിങ്ങളെടുത്തു. 100% കേൾക്കുന്നവരിൽ ചിലപ്പോൾ ഒരു 50% ആൾക്കാരായിരിക്കും നിങ്ങളെല്ലാവരും. നിങ്ങളായിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. അതേപോലെ നമ്മൾ സ്വയം തീരുമാനിക്കാതെ നമുക്കൊരിക്കലും നന്നാവാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടത് സത്യം പറഞ്ഞാൽ കുറച്ചു നേരം സമാധാനമായിട്ട് ഇരിക്കുക എന്നതാണ്. ഇന്ന് സമാധാനത്തോടു കൂടി ഇരിക്കാൻ ആർക്കും സമയമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഇരുത്തം ഇല്ലാത്തതുകൊണ്ട് മനസ്സും ഇരിക്കത്തില്ല. മനസ്സ് ഇങ്ങനെ ചഞ്ചലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരത്ത് കിടന്നുറങ്ങുന്നതിന് മുമ്പേ ഭഗവാനെ സ്മരിക്കണം. ആ ഒരു പോസിറ്റീവ് എനർജി, ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? പ്രചോദനം, അല്ലേ? ഒരു മോട്ടിവേഷൻ. നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തരാൻ പറ്റുന്ന വ്യക്തിയാണ് ഭഗവാൻ. നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ആഗ്രഹിക്കുന്നു, അതിൻ്റെ സോഴ്സാണ് ഭഗവാൻ. ആ പോസിറ്റീവ് എനർജി ആത്മാവിന് ലഭിക്കുമ്പോൾ മനസ്സ് സമാധാനമായിട്ടിരിക്കും. മനസ്സ് സമാധാനമായിട്ടിരിക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ കുറയും. ശരീരം നല്ല രോഗത്തിൽ നിന്ന് മുക്തരായിട്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാമജപം എപ്പോഴൊക്കെ? രാവിലെ എഴുന്നേറ്റതിന് ശേഷം, ഉച്ചയ്ക്ക്, വൈകുന്നേരത്ത്, കിടക്കുന്നതിന് മുമ്പേ. അങ്ങനെ നമ്മൾ റെഗുലർലി ആക്കുമ്പോൾ തന്നെ 24 മണിക്കൂറിനും തുല്യമാണ്. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുമ്പോഴാണ് ശരീരബോധം കൂടുന്നത്. ശരീരബോധം കൂടുമ്പോഴാണ് ആർത്തിയും ആക്രാന്തവും വർദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ആൾക്കാർ ഇന്നത്തെ കാലത്ത് കള്ളുകുടിയും സിഗരറ്റ് വലിയും കൂടുന്നു. അവർക്ക് തന്നെ അറിയാം ഇത് വലിക്കുന്നത് നല്ലതല്ല, കുടിക്കുന്നത് നല്ലതല്ല. ഇത് സിനിമയിലും അതിലുമൊക്കെ എന്തിൻ്റെ പേരിലാണെങ്കിലും ആ കള്ളുകുടിയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
തീർച്ചയായും പ്രഭു പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ. അത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളിപ്പോഴല്ലേ ഇതൊക്കെ ഒന്ന് ശ്രമിക്കുന്നു, അല്ലേ? നേരത്തെ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇപ്പോഴല്ലേ. അല്ലെങ്കിൽ പൊതുവേ നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടത്തിൻ്റെ ഇടയിലുള്ള ഒരു പ്രാർത്ഥനയാണല്ലോ. അമ്പലത്തിൽ ചെന്നിട്ടൊന്ന് തല കുണിക്കുക, കൈ കൂപ്പി നിൽക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഓടുക, അത്രയേ ഉള്ളൂ. പക്ഷെ അമ്പലത്തിൽ കുറച്ച് നേരം ഇരിക്കണം, സമാധാനമായിട്ട് ഇരിക്കണം, കുറച്ച് നേരം ഇരിക്കാൻ പഠിക്കണം. അതിനെയാണ് ആസന വിജയം എന്ന് പറയുന്നത്. യോഗയുടെ പരമോന്നത ലക്ഷ്യം ആസന വിജയമാണ്. ഇരിക്കാൻ പഠിക്കുക എന്നതാണ്, ഇരുത്തം വരുത്തുക എന്നതാണ്. സമാധാനമായിട്ട് കുറച്ചു നേരം കണ്ണടച്ച് ഉറങ്ങാതെ ഇരിക്കാൻ പഠിക്കുക. ഉണർന്നുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കുക. നമ്മൾ പറയുന്നു മനസ്സിന് സമാധാനം വേണമെന്ന്. സമാധാനം വേണമെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കണ്ടേ? നമ്മൾ ഇരുന്നില്ല എങ്കിൽ പിന്നെ മനസ്സിനെങ്ങനെയാണ് സമാധാനം? നമ്മൾ ഓട്ടത്തിലാണ്. അതിൻ്റെ അർത്ഥം അലസതയോടുകൂടി കിടന്ന് ഉറങ്ങുക എന്നതല്ല. നമ്മുടെ മൈൻഡിനെ ഒന്ന് ചാർജപ്പ് ചെയ്യാൻ നമ്മൾ ഇരിക്കണം. അപ്പം നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസമായി, 1.5 ദിവസമായി നമ്മളതിനെ ചാർജ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്കറിയാം ബാറ്ററി ഇങ്ങനെ 20%, 15%, 10%, 5%, 1% ഓഫ്. അത്രേ ഉള്ളൂ. ഓഫാവും. പിന്നെ എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? ചാർജ് ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അന്നേരം റെഗുലർലി ചാർജ് അത്യാവശ്യമാണ്. പിന്നെ ഈ ചാർജിങ്ങിലും പല പല ഡിവൈസ് ഉണ്ട്. പെട്ടെന്ന് ചാർജ് ആവുന്ന ഡിവൈസ് ഉണ്ട്, അല്ലേ? മെല്ലെ ചാർജ് ആവുന്ന ഡിവൈസും ഉണ്ട്. ഒരു മാതാജി പറയുന്നു, ചുറ്റും മദ്യപാനികൾ ഗുരുദേവ്, അവരെ എങ്ങനെ രക്ഷിക്കാം? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് മാതാജി പറഞ്ഞത്. ആദ്യം നമ്മൾ അവരുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അവർ നമ്മളുമായിട്ട് നല്ല ക്ലോസ് ബന്ധം, ഇപ്പം ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ അവരോട് വീണ്ടും വീണ്ടും അത് പറഞ്ഞ് മനസ്സിലാക്കുക. വീണ്ടും വീണ്ടും പറയുക. പക്ഷെ എങ്ങനെ പറയുക? ഉപദേശിക്കുന്ന രീതിയിലല്ല, സ്നേഹത്തോട്. സ്നേഹത്തിന് ഒരുപാട് ശക്തിയുണ്ട്. ആ സ്നേഹത്തിൻ്റെ പവർ ഉപയോഗിക്കുക. നമ്മൾ ഭക്തർ കൂടുതലും വെറുപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അവരെ കുറേ കുറ്റം പറഞ്ഞ് അവരുടെ കുറ്റങ്ങളെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് അവർക്ക് അവരിത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മിക്ക ആൾക്കാരും കുടിക്കുന്നത് റിലാക്സേഷന് വേണ്ടിയാണ്. അവർക്ക് വേറൊരു വഴിയിലൂടെ റിലാക്സേഷൻ കിട്ടും, അല്ലെങ്കിൽ ആ റിലാക്സേഷൻ്റെ എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള ഒരു എൻവയൺമെൻറ്റ്, ഒരു അവസരം, അനുഭൂതി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പുറത്തു വരും ഒരു റൈറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ അത് ഹാബിറ്റായിരിക്കും. ഹാബിറ്റ്സ് ഡൈ ഹാർഡർ എന്ന് കേട്ടില്ലേ? വേറെ ഹാബിറ്റ്സ് പെട്ടെന്ന് പോകത്തില്ല. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന പോലെ അവരങ്ങനെ ടെൻഷൻ റിലീഫിന് വേണ്ടി കള്ളുകൂടിയും സ്മോക്കിങ്ങും ആയിരിക്കുക. അന്നേരം സാത്വിക ശക്തി കൊണ്ട് അവരെ ഉയർത്തണം. അവരെ ആദ്യം നമുക്ക് അവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം, ഒരു സൗഹൃദ ബന്ധം. അങ്ങനെ നമ്മൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നൊരു ബോധ്യം അവർക്കുണ്ടായിരിക്കണം. പക്ഷെ ബന്ധുക്കളാണെങ്കിലും അവരെല്ലാവരും അവരെ ഡയറക്റ്റ്ലി കുറ്റപ്പെടുത്തി ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ഓക്കെ, അത് അവർക്കും അറിയാം അത് ചെയ്യുന്നത് ശരിയല്ലെന്ന്. പക്ഷെ അവർക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അന്നേരം നമ്മളും അവരുമായിട്ടുള്ള ബന്ധം കള്ളുമായിട്ടുള്ള ബന്ധത്തെക്കാട്ടി സ്ട്രോങ് ആവണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു സ്നേഹബന്ധത്തിലൂടെ മാത്രമേ അവരെ അതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റൂ. പിന്നെ അവർക്കും ഒരു ചിന്ത വേണം, നന്നാവണമെന്നുള്ളൊരു ബോധം അവർക്കും ഉണ്ടായിരിക്കണം. അതിന് അഗെയിൻ അകത്തുനിന്ന് നല്ല സ്പിരിച്വൽ എനർജി വേണം. സ്പിരിച്വൽ എനർജി വേണമെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻ വേണം, സ്പിരിച്വൽ സോഴ്സസ് വേണം. ആധ്യാത്മിക ശക്തിയുടെ ഊർജത്തെ നമ്മൾ ഉണ്ടാക്കി എടുക്കണം, അവർക്ക് കൊടുക്കണം. ആധ്യാത്മിക ഊർജത്തിൻ്റെ ഏറ്റവും വലിയ സോഴ്സ്, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത്, സർവ്വകാരണ കാരണം എന്ന് പറയുന്നത്
ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീമതി രാധാറാണിയാണ്. ഇവർ അവരുടെ ജീവിതത്തിൽ കൃഷ്ണനെ കൊടുക്കുക. ഇങ്ങനെ ഭഗവാന്റെ നാമം, ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ, സത്സംഗം, ഇതിലെല്ലാം എന്താണ് പ്രധാന വ്യക്തി വിഷയം? കൃഷ്ണനാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ സത്സംഗം ഇത്രയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു, സത്സംഗം ഇല്ലെങ്കിൽ വിഷമം ഉണ്ടാവുന്നു. എന്തുകൊണ്ട്? എന്നെ കാണാതിരിക്കുന്നുണ്ടാണോ? അല്ല, ഞാൻ പറയുന്നത് ഭഗവാനെ കുറിച്ചാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഭക്തരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാനെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സത്സംഗം ഇത്രയും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. അതിൽ ആ പ്രധാന വിഷയം നമ്മുടെ സത്സംഗത്തിൽ കൃഷ്ണനാണ്. ജപിക്കുന്നത് കൃഷ്ണനെ കുറിച്ച്, കേൾക്കുന്നത് കൃഷ്ണനെ കുറിച്ച്, സേവനങ്ങൾ ചെയ്യുന്നത് കൃഷ്ണന് വേണ്ടി. ശ്രീമതി രാധാറാണിയോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്, ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കണമേ. അതിനുവേണ്ടിയാണ് നമ്മൾ വൃന്ദാവനത്തിൽ വരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഗുരുവായൂർ സന്ദർശനം നടത്തുന്നത്. അതിനുവേണ്ടി നമുക്ക് കൃഷ്ണനെ കിട്ടാൻ പറ്റുക. നമ്മുടെ അടുത്തുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നു, നാമം ജപിക്കുന്നു. വീട്ടിലും ഭഗവാന്റെ ചിത്രവും വിഗ്രഹവും ഒക്കെ നമ്മൾ പൂജിക്കുന്നു. എന്തുകൊണ്ട്? നമുക്ക് കൃഷ്ണനെ വേണം. ശ്രീകൃഷ്ണ ഭഗവാനാണ് നമ്മുടെ സ്വാമി. അദ്ദേഹത്തിന്റെ സേവനമാണ് നമ്മുടെ ലക്ഷ്യം. അന്നേരം നമ്മുടെ കർമ്മ പ്രവൃത്തി കൊണ്ട് നമുക്കൊരു കുടുംബവും സാഹചര്യവും എന്തൊക്കെ പ്രാരാബ്ധങ്ങളുണ്ട്, അതൊക്കെ നിറവേറ്റുന്നതിനോടൊപ്പം നമ്മുടെ കർത്തവ്യങ്ങളെ പാലിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സംസാര സാഗരത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്താണ് സംസാര സാഗരം? ഒരിക്കലും തീരാത്തൊരു ചക്രം. ഒരിക്കലും തീരുന്നില്ല. ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ഈ ഒരു ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല നമ്മൾ. കഴിഞ്ഞ ജന്മത്തും നമ്മൾ ജനിച്ചു, ജീവിച്ചു, മരിച്ചു. അതിനു മുമ്പേയും ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ജനിച്ചു, ജീവിച്ചു, സംഘർഷങ്ങൾ, ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടം, ഇതെല്ലാം ഒരു മാതാവ് ചോദിക്കുന്ന, വിഗ്രഹം പൂജാമുറിയിൽ വെക്കാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയാണോ? ആരാ പറയുന്നത്? എന്തിനു വേണ്ടി? അതിന്റെ കാരണം പറയും. അവരോട് തന്നെ ചോദിക്കും വ്യക്തമായിട്ട്. കാരണം നമ്മുടെ വീട്ടിൽ മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ വിഗ്രഹം വയ്ക്കാം. വിഗ്രഹം എന്ന് പറയുമ്പോൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സാന്നിധ്യമുണ്ട്. ചിത്രമാണെങ്കിലും, ഫൈബറിന്റെ വിഗ്രഹമാണെങ്കിലും, ഒരു മെറ്റലിന്റെ വിഗ്രഹമാണെങ്കിലും. പക്ഷെ പൊതുവെ ആൾക്കാർ വിഗ്രഹം എന്ന് പറയുമ്പോൾ മെറ്റലിനെ മാത്രമാണ് വിഗ്രഹം എന്ന് കാണുന്നത്. സർവ്വചരാചരങ്ങളിലും ഭഗവാൻ നിറഞ്ഞിരിക്കുകയാണ്. ഇനി എന്തിനാണ് നമ്മൾ വിഗ്രഹരൂപത്തിൽ ഭഗവാനെ കൊണ്ടുവരുന്നത്? ഭഗവാന്റെ സേവനം ചെയ്യാം. ചിത്രത്തിലാകുമ്പോൾ ഭഗവാന്റെ സേവനം ചെയ്യാൻ പറ്റും, തൊഴുവാൻ പറ്റും, മാല ഇടാൻ പറ്റും. പക്ഷെ വിഗ്രഹരൂപത്തിലാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് മാല ഇടാൻ പറ്റും, ഭഗവാന് വസ്ത്രം അണിയിപ്പിച്ചു കൊടുക്കാൻ പറ്റും, അഭിഷേകം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഏത് രൂപത്തിൽ ഭഗവാന്റെ സേവനം കൂടുതൽ ചെയ്യാൻ പറ്റുന്നു അതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അന്നേരം വിഗ്രഹരൂപത്തിലാകുമ്പോൾ ഭഗവാന്റെ സേവനം കൂടുതൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫൈബർ വിഗ്രഹം ആകുമ്പോൾ നമുക്ക് അഭിഷേകം ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ നിറമൊക്കെ പോകും. അതുകൊണ്ടാണ് മെറ്റലിന്റെ വിഗ്രഹം എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ജീവിത രീതി, ഇപ്പൊ നമുക്ക് ഈ കല്ലും മണ്ണും മെറ്റലും മാത്രമേ കാണാൻ കഴിയൂ. അതുകൊണ്ട് ഭഗവാന്റെ കാരുണ്യമാണ് ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്നത്. അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ശില്പി കൊത്തിയെടുക്കുന്നതല്ല. ശില്പി കൊത്തിയെടുക്കുന്നു, അതിന് നമ്മൾ ശില്പിയോട് നന്ദി പറയുന്നു. കലാകാരന്മാരെ എല്ലാവരും നന്ദി പറയുന്നു. അവർ ഇത്രയും മനോഹരമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരയ്ക്കുന്നു അല്ലെങ്കിൽ കൊത്തിയെടുക്കുന്നു, വലിയ കാര്യം തന്നെ. പക്ഷെ അത് അത്രയും സുന്ദരമായിട്ടുള്ള വിഗ്രഹം നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ വിളിച്ചെങ്കിൽ മാത്രമേ ഭഗവാൻ അതിൽ വരും. ആ ഭഗവാന്റെ സാന്നിധ്യം വരുന്നത് അത് ഭഗവാന്റെ കാരുണ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭഗവാന് വേണമെങ്കിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കാം, ഒരു ബന്ധമില്ലാതെ നിൽക്കാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ഗുരുവായൂരപ്പന്റെ ഒരു ചിത്രം, ഗുരുവായൂരപ്പന്റെ വിഗ്രഹം സേവനം ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുന്നു. എന്തുകൊണ്ട്? ഭഗവാൻ തിരിച്ച് നമ്മളുമായിട്ട് ഇടപെടുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭഗവാന്റെ സാന്നിധ്യം അതിൽ വന്നു തുടങ്ങി. അന്നേരം ഭഗവാൻ എങ്ങനെയാണോ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഇരുട്ട് മാറുന്നത്, അതേപോലെ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു അനുഭൂതി കിട്ടും. അതൊരു ഇമാജിനേഷൻ അല്ല, സങ്കല്പങ്ങളല്ല, സാങ്കല്പ്യ രീതികളല്ല. അതൊക്കെ നമ്മളതൊരു റിയാലിറ്റിയാണ്. എങ്ങനെയാണോ ദുഷിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും എടുക്കുന്നത്,
അതേപോലെ സത്കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്. പക്ഷെ നിരീശ്വരവാദികൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്, അവർ പറയുന്നത് ആരോ നമുക്കൊരു സംരക്ഷകനായിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു സമാധാനം. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്പൈഡർമാൻ, സൂപ്പർമാൻ അവരെയൊക്കെ പൂജിച്ചാൽ പോരെ. സൂപ്പർമാൻ നമ്മളെ രക്ഷിക്കും, സ്പൈഡർമാൻ നമ്മളെ രക്ഷിക്കും. അങ്ങനെയല്ലല്ലോ. സ്പൈഡർമാനെ വെച്ച് പൂജിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പൂജിച്ചാൽ പോരെ. കുറച്ച് വിശ്വസിക്കുക അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. അങ്ങനെയല്ല, സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ മറ്റു പേരുകൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പേര് ജപിച്ചാൽ നടക്കത്തില്ലല്ലോ. ഭഗവാന്റെ പേര് ജപിക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനവും സന്തോഷവും കിട്ടുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിനൊരു എന്തോ ഒരു പ്രത്യേക എനർജി, ഒരു പോസിറ്റീവ് വൈബ്. ഇതിൻ്റെ എല്ലാം റീസൺ എന്ന് പറയുന്നത് ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ കാണാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാനും അനുഭവിക്കാനും പറ്റാത്തത്. അന്നേരം നമ്മൾ അതിനുള്ള യോഗ്യത നേടിയെടുക്കുകയാണ്. വി ഹാവ് ടു പ്രൂവ് അവർ സിൻസിയറിറ്റി ആൻഡ് സീരിയസ്നെസ്. നമ്മൾ സീരിയസ് ആണ് ഭഗവാന്റെ ബന്ധത്തിൽ. ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹത്തിനോട് പ്രൂവ് ചെയ്യുകയാണ് നമ്മുടെ പ്രവൃത്തികളിലൂടെ, സത്പ്രവൃത്തികളിലൂടെ. ദുഷ്പ്രവൃത്തികൾ നിർത്തി ഭഗവാന് വേണ്ടി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഭഗവാൻ ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെയാണ്. ഇനി ചില വ്യക്തികൾ സാമൂഹ്യ സേവനം ചെയ്യുന്നു, ഭഗവാന്റെ സേവനം ചെയ്യുന്നില്ല. എന്നിട്ട് അവർ പറയുന്നു മാനവ സേവ, മാധവ സേവ, ജനസേവ, ജനാർദ്ദന സേവ. അത് ആക്ച്വലി തെറ്റാണ്. ശരിയാണ്, പക്ഷെ തെറ്റാണ്. എങ്ങനെ? ഈ പ്രപഞ്ചം മുഴുവൻ ജനാർദ്ദനന്റെ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങളുടെ സേവനം ചെയ്യണം. ഈ പ്രപഞ്ചം മുഴുവൻ മാധവന്റേതാണ് എന്ന് മനസ്സിലാക്കി മാനവ സേവ ചെയ്യണം. പക്ഷെ ജനാർദ്ദനെയും മാധവനെയും അംഗീകരിക്കുന്നില്ല. ജനസേവനം മാത്രം ചെയ്യുന്നു, മാനവ സേവ മാത്രം ചെയ്യുന്നു, അവരുടെ ശരീരത്തിന് മാത്രം കംഫർട്ട്സ് കൊടുക്കുന്നു, ആത്മീയ പുരോഗതിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇൻകംപ്ലീറ്റ് സർവീസാണ്. അതുകൂടാതെ നമ്മൾ ദൈവത്തിന്റെ സ്ഥാനം എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭഗവാനായിട്ടൊരു മത്സരതാ ബുദ്ധിയാണ് നമുക്കുള്ളത്. ഉദാഹരണത്തിന് ആരെങ്കിലും വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് അവർക്ക് ആശ്വാസ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന വസ്ത്രം അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അവരോട് ഇത് നമ്മൾ കൊടുത്തു എന്ന് പറയുമ്പോൾ അവർ നന്ദി പറയും. ഒരുപാട് നന്ദിയുണ്ട് ഇതൊക്കെ തന്നേന്. അപ്പോൾ ഇത് ഞാനല്ല തരുന്നത്, ഭഗവാനാണ്. അതെന്താ? അത് കറക്റ്റാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ സോഷ്യൽ ഓർഗനൈസേഷൻ ചെയ്യുന്നത്. നിസ്വാർത്ഥമായിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുകയാണെങ്കിൽ പോലും അവർ ബഹുമാനവും അംഗീകാരവും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. കൊടുക്കുന്ന സമയത്ത് ഇത് ഈശ്വരനാണ് നൽകുന്നത് എന്നല്ല അവർ സ്വയം ചിന്തിക്കുന്നതും ആ കൊടുക്കുന്ന വ്യക്തികളുടെ ഉള്ളിലും ആ ചിന്തയല്ല നിറയ്ക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുരിതങ്ങളും വിഷമങ്ങളും വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? പൂർവ്വജന്മത്തിൽ അവർ ഭഗവാന്റെ നാമം ജപം ചെയ്യുന്നില്ല, നാമം ജപിച്ചിട്ടില്ല, സേവനങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ദാരിദ്ര്യാവസ്ഥ വരുന്നത്. അതുകൊണ്ട് ഈ ജന്മത്തിൽ നമ്മൾ അത് കൊടുക്കുന്ന സമയത്തെങ്കിലും അവരോട് ഹരേ കൃഷ്ണ എന്ന് പറയൂ എന്ന് പറയുമ്പോൾ അവർ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുമോ? ഭഗവാന്റെ കാരണത്താൽ. അതാണ് റിയാലിറ്റി. കാരണം നമ്മുടെ കയ്യിൽ അത് കൊടുക്കാനുള്ള അവസരം ആരാ നൽകിയത്? കൊടുക്കാനുള്ള മനസ്സാരാ നൽകിയത്? അത് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ നമുക്ക് ലഭിച്ചത് എന്തുകൊണ്ടാണ്? അത് ഈശ്വരന്റെ അനുഗ്രഹമാണ്. ഇപ്പം ഗുരുവായൂരില് ചുറ്റും, ഇനി ഇവിടെ വൃന്ദാവനത്തിന് ഒരുപാട് പാവപ്പെട്ട ഭക്തർക്ക് പ്രസാദ വിതരണം ചെയ്യണമെന്നുണ്ട്. അന്നേരം ഇപ്പോൾ ഉള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം ആ ചെയ്യാനുള്ള ആ ഒരു സാമ്പത്തികം ആരാ തരുന്നത്? അത് ഭഗവാനല്ലേ. ഭഗവാൻ എങ്ങനെ തരുന്നു? ഓരോ വ്യക്തിയുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നു ആ ഒരു ഡൊണേഷൻ തരാനായിട്ട്. അതാരാ തോന്നിപ്പിക്കുന്നത്? ഭഗവാനല്ലേ തോന്നിപ്പിക്കുന്നത്. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കൊടുക്കുന്ന ഭക്ഷണം, അത് ഉണ്ടാക്കിയത് ആരാണ്? നമ്മളാണ് അത് പാചകം ചെയ്യുന്നത്. നമ്മൾ വാങ്ങിക്കുന്നത് കടയിൽ നിന്നാണ്, പക്ഷെ ഒറിജിനലി കൃഷി സ്ഥലത്തുനിന്ന് ലഭിക്കുന്നു. അന്നേരം ആ കൃഷിക്കാരന് കൃഷി ചെയ്തതിന്റെ ഫലം ആരാ കൊടുക്കുന്നത്? ഭഗവാനാണ്. ഒന്നാലോചിച്ചോ. അന്നേരം സാമൂഹ്യ സേവനം ചെയ്യുന്നവരും NGOസും അവർ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രപഞ്ചം ഭഗവാന്റേതാണ്. അന്നേരം മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുമ്പോഴും they should remind them about God.
ഭഗവാനെ കുറിച്ച് ഓർമ്മിപ്പിക്കണം അവരെ. വൈ ദേ ആർ സഫറിങ്? ബിക്കോസ് ദേ ആർ ഫർഗെറ്റിംഗ് ഗോഡ്. ഈശ്വരനെ മറക്കുന്നതുകൊണ്ടാണ് അവർ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ഈശ്വരനെ ഓർമ്മിപ്പിക്കുക, റിമൈൻഡ് ദം അബൌട്ട് ഗോഡ്. ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മകൾ നൽകുക. അന്നേരം നമ്മൾ സാമൂഹ്യ സേവനം നല്ലതാണ്, പക്ഷെ ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മകൾ നൽകുക. അന്നേരം എന്തു പറ്റും? അവർക്ക് ഇപ്പോഴത്തെ ദുരിതത്തിൽ നിന്നൊരു ആശ്വാസവും ലഭിക്കും. ഇനി എന്നേക്കുമായിട്ട് അവരുടെ ജീവിതത്തിൽ വന്ന പ്രശ്നത്തിന് അടിവേരോടുകൂടിയുള്ള ആ ഒരു പരിഹാരം, റൂട്ട് ലെവലിൽ നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. അതാണ് കംപ്ലീറ്റ് സർവീസ് എന്ന് പറയുന്നത്. കാരണം നമുക്കൊരിക്കലും ഭഗവാന്റെ സ്ഥാനം എടുക്കാൻ കഴിയില്ല. അന്നേരം പല പല സോഷ്യൽ വർക്ക് ഓർഗനൈസേഷനും സേവനം ചെയ്യുന്നതിലൂടെ അവർ ലാഭം പ്രതീക്ഷിക്കുകയാണ്. ഇനി ലാഭം പ്രതീക്ഷിക്കുന്നില്ല എന്നവർ അവകാശപ്പെടുകയാണെങ്കിലും അവർ ഈശ്വരന്റെ സ്ഥാനം എടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരന്റെ സ്ഥാനത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നു, അവഗണിക്കാൻ ആഗ്രഹിക്കുന്നു, നിരീശ്വരവാദികളാക്കാൻ ശ്രമിക്കുന്നു. അവർ സയൻസ് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത്. ഏതൊരു സയന്റിഫിക് രീതിയിൽ ആരെങ്കിലും കുറച്ച് അറിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ലക്ഷ്യം നിരീശ്വരവാദമാണ്. അവരുടെ ഉള്ളിൽ അങ്ങ് നിറഞ്ഞിരിക്കുകയാണ് ഈശ്വര വിശ്വാസം കാരണമാണ് ഈ ലോകത്തിൽ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. നേരെ തിരിച്ചാണ്, നിരീശ്വരവാദം കാരണമാണ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും. അന്നേരം അവർ പറയും സ്വാമിമാരും ഭക്തരും ഒക്കെ ഒരുപാട്, അവരാരും ഈശ്വര വിശ്വാസികളല്ല, അവരും നിരീശ്വരവാദികളാണ്. ഒരു യഥാർത്ഥ ഈശ്വര വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരേ ഒരു നാഥന്റെ ആണ് എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിക്കും, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കും, ജീവിക്കാൻ പ്രേരിപ്പിക്കും, പ്രോത്സാഹിപ്പിക്കും. മുഴുവൻ ഒരു കുടുംബമായിട്ട് കാണും. അതാണ് യഥാർത്ഥ ഈശ്വര വിശ്വാസം. പക്ഷെ സയന്റിഫിക് നിരീശ്വരവാദികൾ അവരെന്താ വിചാരിക്കുന്നത്? കുറിയൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകുന്ന ഇവരാണ് ഈശ്വരനോ? അങ്ങനെയല്ലല്ലോ. പോലീസ് വേഷം ആർക്കും ഇടാൻ പറ്റും, അതിൻ്റെ അകത്ത് എല്ലാവരും പോലീസാണോ? അല്ല. അന്നേരം അതേപോലെ ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഭഗവാനെ കുറിച്ച് അറിയുന്ന വ്യക്തികൾ, അറിഞ്ഞ വ്യക്തികൾ, അതിനനുസരിച്ച് ആചരിക്കുന്ന വ്യക്തികൾ, അവരാണ് യഥാർത്ഥ ഈശ്വര വിശ്വാസി. അന്നേരം അവർ കുറച്ചു പേർ തെറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ എല്ലാവരെയും കുറ്റക്കാരെന്ന് പറയാൻ പറ്റും. കുറച്ചു പേരൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് 99% ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണ്. അന്നേരം അവരെല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരും അങ്ങനെയാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ലല്ലോ. അപ്പോൾ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം എല്ലാ കുട്ടികളും അങ്ങനെ ആവണമെന്നില്ലല്ലോ. കുറച്ച് കുട്ടികൾ എന്തായാലും കാണും നന്നായി പഠിക്കണം. അതേപോലെ നമ്മളും അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മളെന്താവുക? എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെ മുഴുവൻ നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ നല്ല ഭക്തരാകും, നല്ല ഉത്തമ ഭക്തരാകും. നമ്മളെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് പ്രചോദനം ലഭിക്കുക. അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ ഭഗവാനെ കുറിച്ച് അറിയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾ നിരീശ്വരവാദിയാകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഈശ്വരനെ കുറിച്ചുള്ള അറിവില്ല. അന്നേരം നമ്മൾ നന്നായി ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് ഭഗവാനെ കുറിച്ചുള്ള അറിവ് മാക്സിമം ആൾക്കാരിലേക്ക് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എത്തിക്കാൻ ശ്രമിക്കണം. നമ്മൾ കൂടുതൽ ഭഗവാനെ കുറിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഭഗവാനിലുള്ള വിശ്വാസം വർദ്ധിക്കും. ഒരു പ്രോജി പറയുന്ന, മതമോ വിശ്വാസമോ ഇല്ലാതെ ഫിൻലാൻഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതെന്ന് പറയുന്നല്ലോ. ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ആരാ ഉണ്ടാക്കിയ പ്രഭു? പ്രഭുജിക്ക് ഒരു ബുദ്ധി ഇല്ലേ? പറയുന്നതിൽ ഒരു യുക്തി വേണ്ടേ? ഒരാൾ സ്വയം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ കൂടുതലാണെന്ന് പറഞ്ഞ് ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? ഇങ്ങനെയുള്ള സെൻസ്ലെസ് കാര്യങ്ങൾ ദൈവം എന്നോട് പറയാം. കോമൺ സെൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിരീശ്വരവാദികൾക്ക് ഒരിക്കലും സമാധാനത്തോടുകൂടി ഇരിക്കാൻ കഴിയില്ല. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെക്സിലൂടെ അളക്കേണ്ടതല്ല. അവർ സ്വയം സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. ആർത്തിയും ആക്രാന്തത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. പുറമെ ചിരിക്കാൻ പറ്റും, ചിരിക്കുന്നതാണ് ഹാപ്പിനെസ് എങ്കിൽ
പിന്നെ ഈ ലോകത്തിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു, ഏറ്റവും വലിയ പ്രശ്നത്തിൽ ഇരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു, ആർ യു ഹാപ്പി? യെസ് ഐ എം ഹാപ്പി. ഹാപ്പി അല്ലെന്ന് ആരെങ്കിലും പറയൂ? ആരാണ് ഹാപ്പി അല്ലെന്ന് പറയാത്തത്? ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? ഫൈൻ തന്നെയല്ലേ. ഇന്നത്തെ എന്തോ ഇത്ര കോമന്റ് ഇത് വലിയ സംഭവം ഇരിക്കുന്നു. പ്രഭുജി വേണമെങ്കിൽ ആ ഫിൻലാൻഡിൽ പൊയ്ക്കോളൂ. എന്നിട്ട് പ്രഭുജി അവിടെ ജീവിച്ചിട്ട് ഹാപ്പി ആണോ അല്ലേ ഒന്ന് പ്രഭുജി എന്നെ മനസ്സിലാക്കുക. അല്ലാതെ ഞാനിപ്പോൾ എന്താ പറയുക? അന്നേരം ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം മനസ്സിലാക്കുക, നമ്മൾ സ്വയം ഹാപ്പി ആയിട്ടിരിക്കുക. എങ്ങനെ? റിയൽ ഹാപ്പിനെസ് ഓൾവേസ് കംസ് ഫ്രം വിതിൻ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഹാപ്പിനെസ് കിട്ടുന്നത്. നമ്മൾ നമ്മളെ തിരിച്ചറിയുകയും നമ്മുടെ സോഴ്സിനെയും, ആത്മാവിന്റെ സോഴ്സിനെയും ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിൻ്റെയും സോഴ്സായ ആ പരമോന്നത ഈശ്വരനെ, ഗുരുവായൂരപ്പനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, അദ്ദേഹവുമായിട്ട് ഒരു സ്പിരിച്വൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി, സന്തോഷം. അത് കൂടാതെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് വന്നത് എന്ന് മനസ്സിലാക്കുക. എല്ലാത്തിലും അദ്ദേഹത്തെ കാണുക, എല്ലാം അദ്ദേഹത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സമാധാനമായി. അപ്പോൾ നമുക്ക് യഥാർത്ഥ സോഷ്യൽ വർക്ക് ചെയ്യാൻ പറ്റും, യഥാർത്ഥ സാമൂഹ്യ സേവനം ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ നിരീശ്വരവാദികളായി കഴിഞ്ഞാൽ പറ്റത്തില്ല. ഈശ്വര വിശ്വാസത്തിൽ ഇരിക്കുന്ന നിരീശ്വരവാദികളുമുണ്ട്, ഈശ്വര വിശ്വാസത്തിൽ ഇല്ലാത്ത നിരീശ്വരവാദികളുമുണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യം ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളെയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് ഭക്തിയല്ല, ഇത് ഭക്തിയല്ല, ഇത് ഭക്തിയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ ഭക്തി മനസ്സിലാവും. അതിനെന്താ പുറമെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഇവര് ഭക്തരല്ല, അവര് ഭക്തരല്ല. നമ്മൾ ഭക്തരാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരു ഭക്തന് ചേരുന്ന രീതിയിലാണോ ഞാൻ പ്രവർത്തിക്കുന്നത്? ഒരു ഭക്തന് ചേരുന്ന രീതിയിലാണോ ഞാൻ സംസാരിക്കുന്നത്? നമ്മൾ സ്വയം നമ്മളെ അളക്കുക. ലോകത്തെ അളക്കാൻ നടക്കണ്ട. നമ്മുടെ ടൈം വേസ്റ്റായി പോകും. നമ്മൾ നമ്മളെ അളക്കുക. ലോകത്ത് നന്നായതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഉണ്ടാവും, നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ നന്നായെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. എത്ര നല്ല കുടുംബമാണെങ്കിലും നമ്മൾ ആ കുടുംബത്തിലെ ഒരാൾ തെറ്റായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം നശിക്കും. ജനിച്ചു വളർന്നൊക്കെ വലിയ സാഹചര്യത്തിൽ നല്ല അവസ്ഥയിലാണെങ്കിലും അതിലെ ഒരു വ്യക്തി അതിനെ ഒന്നും സദുപയോഗം ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം നശിച്ചില്ലേ. ഇനി അതേ സമയത്ത് വളരെ മോശപ്പെട്ട കുടുംബത്തിലും ഒരു നല്ല ചിന്തിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം നന്നാവും. അതേപോലെ തന്നെ നമ്മൾ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തിയിട്ട് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക, നമ്മളെ നന്നാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചിന്ത, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രവൃത്തി, ഇത് നന്നാവുമ്പോൾ ലോകം ഓട്ടോമാറ്റിക്കലി നന്നാവും. നമ്മൾ ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നടക്കുകയാണ്. ഇത് ശരിയല്ല, അത് ശരിയല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ആദ്യം നന്നാക്കുക. ഈ പറയുന്ന ഞാൻ നിങ്ങളോട് ഉപദേശിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനും എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും തിന്മകളെയും നശിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇത് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. കാരണം ഇതും എൻ്റെ ഒരു ശരീരമാണ്, എൻ്റെ ഒരു മനസ്സാണ്. ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന ആത്മാവാണ്. അതാണ് എല്ലാവരുടെ കാര്യത്തിലും യാഥാർത്ഥ്യം. അതുകൊണ്ട് എൻ്റെ ശരീരവും മനസ്സും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ, ഭൗതിക രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മനസ്സ് പല പല ദുഷിച്ച കാര്യങ്ങളുടെ സമ്പർക്കത്തിൽ വരുമ്പോൾ ദുഷിച്ച ചിന്തകൾ കയറി വരും. പക്ഷേ ആ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരു ഉദ്യമനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. ശരീരം പല പല സാഹചര്യങ്ങളിലൂടെ പോകും. ശരീരത്ത് അഴുക്ക് കയറി വരും. എന്നിട്ട് നമ്മൾ എന്തോ കൈ കഴുകുക, കാല് കഴുകുക. അതേപോലെ നമ്മുടെ മനസ്സ് ഈ ലോകത്തിൽ വിഹരിക്കുന്ന സമയത്ത്, ലോകമായിട്ട് ഇടപെടുന്ന സമയത്ത് കണ്ണിലൂടെ കാണുന്ന കാഴ്ചകൾ, ശബ്ദം കേൾക്കുന്നു. നമ്മൾ പല രീതിയിലും പല എക്സ്പീരിയൻസുകൾ നമ്മുടെ ഉള്ളിൽ വരുന്നു. അതെല്ലാം ചിന്തകളായിട്ട് മാറുന്നു. ആ ചിന്തകളെയൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മനസ്സ് നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. പ്ലീസ് ഡു ദിസ്, പ്ലീസ് ഡു ദിസ്. സി ദാറ്റ് പേഴ്സൺ ഈസ് എൻജോയിങ്, വൈ ഡോണ്ട് യു എൻജോയ്? ആ വ്യക്തി ആസ്വദിക്കുന്ന കണ്ടില്ല, നീയും ഇതേപോലെ ആസ്വദിക്കൂ, വൈ ഡോണ്ട് യു ട്രൈ എന്ന് പറഞ്ഞ് മനസ്സ് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ തീരുമാനം നമ്മുടേതായിരിക്കണം. തീരുമാനം നമ്മുടേതാകണമെങ്കിൽ ബുദ്ധി നല്ല സ്ട്രോങ് ആയിരിക്കണം. ബുദ്ധിയുടെ ലക്ഷ്യം എന്താണ്? വേർതിരിച്ച് മനസ്സിലാക്കുക, ഡിസ്ക്രിമിനേഷൻ, ടേക്കിംഗ് ഡിസിഷൻസ്.
അന്നേരം ആ ഡിസ്ക്രിമിനേഷൻ വരുന്ന ബുദ്ധി എന്ന് പറയുന്ന ബ്രെയിനിൽ നിന്നല്ല. ബ്രെയിൻ പ്രോസസ്സറാണ്, നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പ്രോസസ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. പക്ഷേ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ബുദ്ധി അവിടെ നിന്നാണ് വരുന്നത്. ശരിയും തെറ്റിനെയും വേർതിരിച്ച് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് ബുദ്ധിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് സദ്ബുദ്ധി ദുർബുദ്ധി എന്ന് പറയുന്നത്. സത് കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ സദ്ബുദ്ധിയാണ്. ദുഷിച്ച കാര്യങ്ങൾ ചെയ്ത് ശീലമാക്കിയവർ എപ്പോഴും ദുർബുദ്ധിയായിരിക്കും. അവർക്ക് എപ്പോഴും ദുഷിച്ച ബുദ്ധിയെ ഓർമ്മ വരും. അന്നേരം നമ്മൾ നമ്മുടെ ബുദ്ധിയെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ സത്സംഗം കേൾക്കുന്നത്, തത്വങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത്. കാരണം നമ്മൾ സത്സംഗം കേൾക്കാതെയും ജപിക്കാതെയും പഠിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധി വീക്കാവും. അന്നേരം ഇത്രയും ജന്മങ്ങളായിട്ട് നമ്മുടെ ബുദ്ധി എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചോ അതേപോലെ നമ്മൾ ബുദ്ധിയെ ഉപയോഗിക്കും. ബുദ്ധി ഉപയോഗിച്ചാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? ബുദ്ധിയുടെ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നതിനെ മുമ്പ് ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അവിടെയാണ് തെറ്റ് വരുന്നത്. നമ്മൾ ചിന്തകളെ ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. അന്നേരം ചിന്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത് ബുദ്ധിയുടെ ഡ്യൂട്ടിയാണ്. അന്നേരം ആ ബുദ്ധി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം. അങ്ങനെ നമ്മുടെ ശരീരത്തിലൂടെ പ്രവൃത്തികൾ നന്നാവും, നമ്മുടെ വാക്കുകൾ നന്നാവും. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷെ എളുപ്പമുള്ള കാര്യമില്ല, എളുപ്പമല്ല. നമുക്ക് ആത്മീയ ഊർജം വേണം. ആത്മാവ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ദുർബുദ്ധിയെ നോക്കൗട്ട് ചെയ്യാനും മനസ്സിനെ തെറ്റായിട്ടുള്ള ദുഷിച്ച ചിന്തകളെ നോക്കൗട്ട് ചെയ്യാനും ശരീരത്തിൻ്റെ വികാരങ്ങളെ നോക്കൗട്ട് ചെയ്യാനും നമുക്ക് പറ്റൂ. ആത്മാവിൻ്റെ ഊർജം സ്ട്രോങ് ആണ്. സ്പിരിച്വൽ സ്ട്രെങ്ത്, ആധ്യാത്മിക ശക്തി വർദ്ധിക്കണം. ആ ആധ്യാത്മിക ശക്തിയുടെ ബലത്തിൽ മാത്രമേ ഭൗതിക ശക്തിയെ നമുക്ക് വീഴ്ത്താൻ പറ്റൂ. ആ ഭൗതിക ശക്തിയാണ് ശരീരം, മനസ്സ്, ബുദ്ധി. ഇതൊക്കെ ഭൗതിക ശക്തിയാണ്. അന്നേരം നമ്മുടെ ആധ്യാത്മിക ശക്തിയെ സ്ട്രോങ് ആക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ജപിക്കുന്നത്, സത്സംഗം കേൾക്കുന്നതും വായിക്കുന്നതും, കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത്. അന്നേരം ആധ്യാത്മിക ശക്തി നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭൗതിക ശക്തിയെ കീഴ്പ്പെടുത്താനുള്ള ശക്തി ലഭിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളിൽ ഒരു ബാക്ടീരിയ, വൈറസ് എന്തെങ്കിലും കയറിക്കഴിഞ്ഞാൽ ആ വൈറസ് നമ്മുടെ പ്രതിരോധ ശക്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കും, ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കും. അന്നേരം നമ്മൾ പെട്ടെന്ന് മരിക്കും. കൊറോണ വൈറസ് ആണെങ്കിലും ഏതാണെങ്കിലും അത് തന്നെയാണ്. അന്നേരം നമ്മുടെ പ്രതിരോധ ശക്തിയാണ് വർദ്ധിപ്പിക്കുന്നത്. എല്ലാ മെഡിസിൻസും അതാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. നമ്മുടെ ക്യാൻസർ ആണെങ്കിലും ഏതാണെങ്കിലും അതിനെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് വേണം. അന്നേരം അതേപോലെ ആത്മാവിനൊരു സ്ട്രെങ്ത് വേണം, സ്പിരിച്വൽ സ്ട്രെങ്ത്. അന്നേരം നാമം ജപിക്കാതിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ശരീരത്തിന് ഭക്ഷണം, മനസ്സിന് റിലാക്സേഷൻ, അതേപോലെ ആത്മാവിന് ജപം അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ജപിക്കാതിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. എത്രത്തോളം ജപിക്കുന്നോ അത്രത്തോളം നമ്മുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കും. ആ സ്പിരിച്വൽ സ്ട്രെങ്തിനെ കൂട്ടി 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 വരും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പ്രഭുജി, നന്മ തിന്മ എന്ന തിരിവ് നമ്മൾ മനുഷ്യർക്കിടയിലല്ലേ? ഭഗവാൻ രണ്ടും ഒരുപോലെ, ചെയ്ത പ്രവൃത്തിക്ക് ഫലം എന്നത് മാത്രമല്ലേ ലോക നിയമം ആണല്ലേ? ഈ പിന്നെ പ്രഭുജി നന്മയും തിന്മയും എന്തായാലും കുഴപ്പമില്ല, പ്രഭുജിക്ക് ഇഷ്ടമുള്ള പ്രഭുജി ചെയ്തു. പ്രഭുജി എന്താ ഇങ്ങനെ സത്സംഗമൊന്നും കേൾക്കാറില്ലേ? പ്രഭുജിയുടെ സ്ക്രൂ എന്തോ ലൂസായെന്ന് തോന്നുന്നു. നന്മയും തിന്മയും ഈ ലോകത്തുണ്ട്. എന്തുകൊണ്ട്? ഈ ഭൗതിക ലോകമായതുകൊണ്ട്. ആത്മാവിന് നന്മ മാത്രമേ ഉള്ളൂ. ആത്മാവിനെ തിരിച്ചറിയണ്ടേ? അതിനുവേണ്ടി നന്മയുടെ ആവശ്യമുണ്ട്. അല്ല, നന്മയും തിന്മയും ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഭഗവാന്റെ അടുത്ത് എത്താൻ കഴിയില്ല. ദ്വന്ദ്ങ്ങൾ എന്ന് പറയുമ്പോൾ നന്മയും തിന്മയും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. രാഗവും ദ്വേഷവും. രാഗവും ദ്വേഷത്തിൽ നിന്നും പുറത്തു വരാനാണ് ഭഗവാൻ പറയുന്നത്. അല്ലെങ്കിൽ നന്മ തിന്മയും അല്ല ഭഗവാൻ പറയുന്നത്.
ആദ്യം നന്നായി പ്രഭുജി ഗീത പഠിക്കൂ. പ്രഭുജി ഗീത പഠിക്കാത്തതാണ് പ്രശ്നം. പ്രഭുപാജിയുടെ ഗീത ആദ്യം മുതൽ അവസാനം വരെ പഠിക്കൂ. അന്നേരം പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വരത്തില്ല. ചോദ്യം എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ വെറും ലോ ലെവൽ ചോദ്യം വരുമ്പോൾ ഭയങ്കര ഒരു അരോചകത്വം, ഭയങ്കര ഡിസപ്പോയിന്റ്. കാരണം പ്രഭുജിയൊക്കെ ഇത്രയും നാളായിട്ട് സത്സംഗം കേൾക്കുന്ന വ്യക്തികളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്നേരം ഇങ്ങനെയുള്ള ഒരു വളരെ ബാലിശമായിട്ടുള്ള ചോദ്യം വരും. ഓക്കെ, നോ പ്രോബ്ലം, ഐ അപ്രീഷിയേറ്റ് യുവർ ക്വസ്റ്റ്യൻ. ഞാൻ പ്രഭുജിയെ കളിയാക്കിയതല്ല. പ്രഭുജിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, അത് തെറ്റൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കുക, നന്മ തിന്മ എന്ന് പറയുന്നത് വേണ്ട എന്നല്ല ഭഗവാൻ പറയുന്നത്, നന്മ ചെയ്യേണ്ട എന്നല്ല പറയുന്നത്. രാഗം ദ്വേഷം അതിൽ നിന്ന് പുറത്തു വരും എന്നാണ് പറയുന്നത്. എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? നന്മ ചെയ്യണം, നമ്മൾ ആത്മാവിന്റെ ക്വാളിറ്റിയാണ് നന്മ ചെയ്യുക എന്നത്. പക്ഷെ രാഗവും ദ്വേഷവും തെറ്റാണ്. രാഗം എന്ന് പറഞ്ഞാൽ ആസക്തി, ഇന്റൻസ് അറ്റാച്ച്മെന്റ്, ബോഡിലി അറ്റാച്ച്മെന്റ്. ആസക്തികൾ പാടില്ല, ദ്വേഷവും പാടില്ല. ദ്വേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആസക്തിക്ക് അനുസരിച്ച് അവസരങ്ങൾ ലഭിക്കാത്ത അവസരത്തിൽ വിദ്വേഷം, എനിക്കിത് കിട്ടിയില്ല എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ. ഇതാണ് ദ്വന്ദ്ം. അല്ല നന്മ തിന്മ എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? നന്മയും തിന്മയും ഈ ലോകത്തിൻ്റെതാണ്. നന്മയും തിന്മയിൽ നിന്ന് പുറത്തു വരുന്നത് എവിടെ? ഭഗവത്ഗീതയിൽ ഏതെങ്കിലും ഒരു ശ്ലോകം പ്രവചി കാണിച്ചു തരും? ഭഗവാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. പ്രഭുപാദ്ജിയുടെ ഗീത എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലല്ലേ? അന്നേരം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ, അയച്ചു തരാം. ഹരേ കൃഷ്ണ. ശ്രീരാം പ്രഭുവിന്റെ നമ്പർ ആരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ, കമന്റ്സിലിടൂ. ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. അന്നേരം ഗീത നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും. അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, നന്മ തിന്മ വേണ്ടെന്ന് ആരും പറയുന്നതല്ല. അതായത് തിന്മ പാടില്ല, നന്മ ചെയ്യണം. പക്ഷേ നമ്മുടെ മനസ്സ് എപ്പോഴും നമുക്ക് സുഖം നൽകുന്ന കാര്യങ്ങളെ സ്വീകരിക്കുകയും നമുക്ക് സുഖം തരാത്ത കാര്യങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, പ്രവണതയാണ് നമ്മുടേത്. അത് ഏത് സുഖം? ശാരീരിക സുഖം, ഇന്ദ്രിയ സുഖം നൽകുന്ന കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കും, ഇന്ദ്രിയ സുഖം ലഭിക്കാത്ത കാര്യങ്ങളെ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇത് പാടില്ല. ഇതിനപ്പുറത്ത് പോകൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അന്നേരം അവിടെ നന്മ വേണം. നന്മയിലൂടെ മാത്രമേ നമുക്ക് ആത്മീയ ഗുണങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റൂ. ആത്മീയ ഗുണങ്ങൾ വളർത്തിയെങ്കിൽ മാത്രമേ ആധ്യാത്മിക ശക്തി നമുക്ക് ലഭിക്കൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ പ്രവണതകളെയും കീഴ്പ്പെടുത്താൻ പറ്റൂ. ഓക്കെ, പ്രഭുജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രഭുജിയെ കളിയാക്കിയതല്ല കേട്ടോ, ഞാൻ തമാശ പറഞ്ഞതല്ല. ഇത് കുറച്ചും കൂടെ പ്രഭുജി ശ്രദ്ധിച്ച് കേൾക്കും, അന്നേരം പ്രഭുജിക്ക് മനസ്സിലാവും. മെയിനായിട്ട് ഭഗവത്ഗീത പഠിക്കണം, അന്നേരം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവറാവും. കാരണം ഇത് തുടക്കക്കാർക്ക് വരുന്ന ചോദ്യങ്ങളാണ്. തീരെ ഗീതയൊന്നും പഠിക്കാതെ സത്സംഗമൊന്നും കേൾക്കാത്തവർക്കാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കുറച്ചുകൂടെ മനസ്സിലാക്കൂ. നമ്മൾ നന്മ വേണം, തിന്മ പാടില്ല. നന്മയും തിന്മയും വേണ്ട, ഇത് രണ്ടും ഈ ലോകമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഭൗതിക പ്രവണതകൾ ഈ ലോകമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷെ ആത്മീയ ഗുണങ്ങൾ വേണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നന്മകളെ റിജക്റ്റ് ചെയ്യാൻ ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഭഗവത്ഗീതയിൽ എല്ലാം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രവചി പഠിക്കൂ, അന്നേരം കൂടുതൽ മനസ്സിലാവും കേട്ടോ. ഹരേ കൃഷ്ണ. ആ നല്ല കാര്യങ്ങൾ, ഇപ്പോൾ ജപം എന്ന് പറയുന്നത് സത്പ്രവൃത്തിയാണ്. ജപത്തെ നമുക്ക് വിടാൻ പറ്റുമോ? ജപം വേണം. അന്നേരം ഒന്ന് ശരീരം കൊണ്ട് ധർമ്മം ചെയ്യാം, അധർമ്മം ചെയ്യാം. ഇനി ആത്മാവ് കൊണ്ട് ആത്മീയ കാര്യങ്ങൾ ചെയ്യണം, നന്മകൾ ചെയ്യണം. അതിന് ധർമ്മം നമ്മളെ സഹായിക്കും. ധർമ്മപ്രവർത്തികൾ, ധാർമ്മികമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ ആത്മാവിൻ്റെ സദ്ഗുണങ്ങൾ വർദ്ധിക്കും, പോസിറ്റീവ് എനർജി വർദ്ധിക്കും. അന്നേരം തിന്മയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ പറ്റൂ, നന്മയിൽ ഉറച്ചു നിന്നാലേ പറ്റൂ. എങ്കിലേ ഇതിൽ നിന്ന് മുകളിലോട്ട് പോകാൻ പറ്റൂ, ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മൾ നന്മയും തിന്മയും ഒരേപോലെയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നന്മയും തിന്മയും ഈ ലോകമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പിന്നെ എല്ലാവരും ഓക്കെ ആണല്ലോ. പിന്നെ ഈ ലോകത്ത് തന്നെ തുടരണമെങ്കിൽ നന്മയും തിന്മയും കുഴപ്പമില്ല. തിന്മ ചെയ്താലും ഇവിടെ തന്നെ തുടരാം, നന്മ ചെയ്താലും ഇവിടെ തന്നെ തുടരാം. പക്ഷേ നന്മ ചെയ്യുന്നതിനോടൊപ്പം തന്നെ
ഉയർന്ന് ചിന്തിക്കാനും കൂടെ പഠിക്കുക. ഈ ലോകത്തിനെ മറികടക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഇന്നത്തെ സത്സംഗം നമുക്ക് ഇവിടെ നിർത്താം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീമതി രാധാറാണിയുടെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി വൈകുന്നേരത്ത് നമ്മുടെ ഇന്ന് കുട്ടികൾക്കായിട്ടുള്ള എന്താ പറയുന്നത് അസ്ത്ര ക്ലാസ്സസ് അതുണ്ട്. പിന്നെ രാത്രി 9 മണിക്ക് രാധാറാണിയുടെ ലീലകൾ നമ്മുടെ സൂം ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഹരേ കൃഷ്ണ. നമുക്ക് നാളെ രാവിലെ 7 മണിക്ക് ശ്രീമദ് ഭാഗവത്തിൽ കാണാം. ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.